ഡൽഹി ജന്തർ മന്ദറിൽ കഴിഞ്ഞ ജൂലൈ 20 നടന്ന വിദ്യാർത്ഥി ജനകീയ പ്രക്ഷോഭത്തിന് നേരെ അരങ്ങേറിയ ഭരണകൂട ഭീകരതയുടെ യഥാർത്ഥ വിവരങ്ങളാണ് തൃണമൂൽ കോൺഗ്രസ് എം പി സാകേത് ഗോഖലെ പുറത്തുവിട്ട RTI രേഖകളിലൂടെ ഈ ലോകം അറിയുന്നത്. പ്രതിഷേധക്കാർക്ക് നേരെ ഒരു തവണ പോലും പെല്ലറ്റ് തോക്കുകൾ ഉപയോഗിച്ചിട്ടില്ല എന്ന് ഡൽഹി പോലീസും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും ആവർത്തിച്ചവകാശപ്പെട്ടിരുന്ന സ്ഥാനത്താണ് ഈ അസത്യങ്ങളെല്ലാം തകർന്നടിയുന്നത്. തലസ്ഥാനത്തെ ലേഡി ഹാളിംഗ് മെഡിക്കൽ കോളേജിൽ 9 പേരും സബ്ദർജൻ ആശുപത്രിയിൽ ഒരാളും പെല്ലറ്റ് മുറിവുകളോടെ ചികിത്സ തേടിയെന്ന ഔദ്യോഗിക മറുപടി ഭരണകൂടത്തിന്റെ കള്ളത്തരങ്ങൾ തെളിവ് സഹിതം തുറന്നു കാട്ടിയിരിക്കുകയാണ്. ഇതോടെ പെല്ലറ്റ് ആക്രമണത്തിൽ പരിക്കേറ്റവരുടെ സ്ഥിരീകരിച്ച എണ്ണം 10 ഉയർന്നുവെന്ന് മാത്രമല്ല, എയിംസ്, RML ആശുപത്രികളിൽ നിന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തുവരുന്നതോടെ ഈ സംഖ്യ ഇനിയും കുത്തനെ ഉയരുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. ജനപ്രതിനിധികളെയും മാധ്യമങ്ങളെയും സാക്ഷിയാക്കി ആഭ്യന്തര മന്ത്രാലയം നടത്തിയ കള്ളപ്രചരണങ്ങൾ ഇതോടെ പൊളിഞ്ഞിരിക്കുകയാണ്. ജൂലൈ 22 പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ജനറൽ ഡയറി എൻട്രിയിൽ തന്നെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ആന്റി റൈറ്റ് തോക്കിൽ നിന്ന് വെടിയുതിർത്തതായി വ്യക്തമാക്കുന്നുണ്ട്. പരിക്കേറ്റവരിൽ 25 വയസ്സുകാരനായ കലാകാരൻ പ്രശാന്ത് കുമാർ സിംഗ്, ഷെയ്ഖ് ഇർഷാദ് മൻസൂരി, 19 വയസ്സുകാരനായ വിദ്യാർത്ഥി സാഹിർ ലോച്ചാബ് എന്നിവരും ഒരു മാധ്യമപ്രവർത്തകനും ഉൾപ്പെടുന്നുവെന്ന ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ് പുറത്തു വന്നിരിക്കുന്നത്. ലേഡി ഹാൻഡിംഗ് ആശുപത്രിയിൽ മാത്രം 81 പേരാണ് ചികിത്സ തേടിയെത്തിയത്. ഇതിൽ 46 പേർ പ്രതിഷേധക്കാരായ സാധാരണക്കാരായിരുന്നു. സ്വന്തം പൗരന്മാർക്ക് നേരെ, വിശേഷിച്ച് വിദ്യാർത്ഥികൾക്കും മാധ്യമപ്രവർത്തകർക്കും നേരെ കാശ്മീരിലെ അടിച്ചമർത്തൽ മുറകൾ രാജ്യതലസ്ഥാനത്തിന്റെ ഹൃദയഭാഗത്ത് പ്രയോഗിച്ചതിന് ആഭ്യന്തരമന്ത്രി മറുപടി പറഞ്ഞേ മതിയാകും. സത്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി തെളിവുകളോടെ പുറത്തുവരുമ്പോഴും ഉത്തരം പറയാൻ ബാധ്യതയുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജനങ്ങളെയും പാർലമെന്റിനെയും അഭിമുഖീകരിക്കാതെ ഒളിച്ചോടുകയാണെന്ന രൂക്ഷ വിമർശനമാണ് രാജ്യത്തുടനീളം ഇപ്പോൾ ഉയരുന്നത്. സഭയ്ക്കകത്ത് പ്രതിപക്ഷം ഈ വിഷയം ഉന്നയിച്ച് പ്രതിഷേധം ശക്തമാക്കുകയും സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചു കളിക്കുന്ന ഭരണകൂട നിലപാട് ജനാധിപത്യത്തിന് തന്നെ കളങ്കമാണ്. നിരായുധരായ പ്രതിഷേധക്കാരുടെ ശരീരത്തിലേക്ക് വെടിയുതിർത്ത ശേഷം അതിനെ കള്ളങ്ങൾ കൊണ്ട് മൂടിവയ്ക്കാൻ ശ്രമിച്ച ഒരു ആഭ്യന്തര മന്ത്രാലയം പൂർണ്ണമായും അവിശ്വാസ്യതയുടെ മുൻപിലാണ് നിൽക്കുന്നത്. തെരുവിൽ ചോര ചിന്തിയ പൗരന്മാരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിലും സഭയിലെ ജനപ്രതിനിധികളുടെ പ്രതിഷേധത്തിന് മുന്നിലും മറുപടിയില്ലാതെ നിൽക്കുന്ന കേന്ദ്ര സർക്കാരിനും ആഭ്യന്തരമന്ത്രിക്കും ഈ വെളിപ്പെടുത്തലുകൾ ഉത്തരം നൽകാനാത്ത കനത്ത തിരിച്ചടിയായി മാറും എന്നുള്ളതിൽ സംശയമില്ല.